രാവിലെ ഉണർന്നപ്പോൾ തന്നെ ഉണ്ണിക്കും മീനൂട്ടിക്കും കുളത്തിൽ പോയി മീൻ പിടിക്കണമെന്നായി ആഗ്രഹം. പതിവുപോലെ ഉണ്ണി തന്റെ മഞ്ഞ നിറത്തിൽ വലിയ നീലക്കുത്തുകളുള്ള കുപ്പായമിട്ടു. മീനൂട്ടിയും അവളുടെ പ്രിയപ്പെട്ട മഞ്ഞ നിറത്തിൽ വലിയ നീലക്കുത്തുകളുള്ള പാവാടയണിഞ്ഞു. നമ്മുടെ കുസൃതിക്കാരൻ ചിണ്ടൻ നായക്കുട്ടിയുടെ കഴുത്തിൽ മഞ്ഞ നിറത്തിൽ വലിയ നീലക്കുത്തുകളുള്ള തുണി കെട്ടിക്കൊടുക്കാനും അവർ മറന്നില്ല. ഒരു ചെറിയ ഈർക്കിലി ചൂണ്ടയും പിടിച്ച് ഉണ്ണി മുന്നിൽ നടന്നു. മീനൂട്ടിയുടെ കയ്യിൽ മീനിനെ ഏതാനൊരു ചെറിയ ഓലക്കുട്ടയുണ്ടായിരുന്നു. വാലാട്ടി കുരച്ചുകൊണ്ട് ചിണ്ടനും അവരുടെ കൂടെ കൂടി. അവർ ഗ്രാമത്തിലെ വലിയ താമരക്കുളത്തിന്റെ കരയിലെത്തി. വെള്ളത്തിൽ നിറയെ വലിയ താമരയിലകളും വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കളും ഉണ്ടായിരുന്നു. ഉണ്ണി ചൂണ്ടയിലെത്തിരി ചോറുരുള വെച്ച് വെള്ളത്തിലേക്കെറിഞ്ഞു. മൂവരും ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരുന്നു. ചിണ്ടൻ ചെവി വട്ടം പിടിച്ച് വെള്ളത്തിലേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് ചൂണ്ടയുടെ നൂൽ പതുക്കെ വലിയാൻ തുടങ്ങി. ഹായ് മീനൂട്ടി, വലിയൊരു മീൻ കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഉണ്ണി സന്തോഷത്തോടെ പറഞ്ഞു. ഉണ്ണി സർവ്വശക്തിയുമെടുത്ത് ചൂണ്ട വലിച്ചു. മീനൂട്ടി ഉണ്ണിയുടെ പിന്നിൽ നിന്ന് അവനെ സഹായിച്ചു. ഇത് കണ്ട് ചിണ്ടനും മീനൂട്ടിയുടെ പാവാടത്തുമ്പിൽ കടിച്ച് പതുക്കെ പുറകോട്ട് വലിക്കാൻ തുടങ്ങി. പ്ലാഷ് എന്ന വലിയ ശബ്ദത്തോടെ വെള്ളത്തിൽ നിന്നൊരു പച്ച തവള കരയിലേക്ക് തെറിച്ചു വീണു. തവള നേരെ ചെന്ന് വീണത് താഴെ അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന ചിണ്ടന്റെ നനഞ്ഞ മൂക്കിലാണ്. ക്രോ ക്രോ തവള ശബ്ദമുണ്ടാക്കി. മൂക്കിലിരിക്കുന്ന ആ പച്ച ജീവിയെ കണ്ടപ്പോൾ ചിണ്ടന് വല്ലാത്തൊരു ഇക്കിളി തോന്നി. അവൻ കണ്ണുകൾ പകുതി അടച്ച് വായ വലുതായി തുറന്നു. ആച്ചീ! ചിണ്ടന്റെ ഉഗ്രൻ തുമ്മൽ കേട്ട് ഞെട്ടിയ തവള ഒറ്റ കുതിപ്പിന് വലിയൊരു ചാട്ടം ചാടി തിരികെ താമരക്കുളത്തിലേക്ക് തന്നെ പോയി വീണു. തവള വെള്ളത്തിൽ വീണ ശബ്ദം കേട്ട് ഉണ്ണിയും മീനൂട്ടിയും പൊട്ടിച്ചിരിച്ചു. മീനൊന്നും കിട്ടിയില്ലെങ്കിലും അവർക്ക് ആ തവളയുടെയും ചിണ്ടന്റെയും കളി കണ്ട് വലിയ രസമായി തോന്നി. അങ്ങനെ കാലിയായ കൊട്ടയുമായി ഉറക്കെ ചിരിച്ചുകൊണ്ട് ആ 3 പേരും തങ്ങളുടെ വീട്ടിലേക്ക് നടന്നു മറഞ്ഞു.